റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവരെ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിക്ക് പെണ്ണുകേസിൽ പെടുത്തി അദ്ദേഹത്തിൻ്റെ ലൈഫ്, അവരുടെ കുടുംബം, അവരുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ സഹോദരി, ഇവരെ എല്ലാം വളരെ അധികം വിട്ട് വേദനിപ്പിച്ചു മാസങ്ങളോളം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര നാൾ നമ്മൾ വേദനകൾ സഹിക്കും? ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ഉഭയകക്ഷി ബന്ധപ്രകാരം സെക്സ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുക തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രത്തോളം അവരുടെ കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുന്ന ഈ മാധ്യമപ്രവർത്തകരുടെ ജോലി യഥാർത്ഥ ധാർമ്മികതയുള്ളതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞേക്കാണ്, ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടം. ഇതെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇവരാരോട് ഈ മറുപടി പറയും? ആ അമ്മയും ആ കുടുംബവും വ്യക്തിഗത അവഹേളനം മറ്റുള്ളവരുടെ ലോകം മുഴുവനും ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ വേദനിച്ച ഈ വേദനയ്ക്ക് ഇവർ എന്ത് മറുപടി പറയും? അവരുടെ മനോവേദന ഇവരെങ്ങനെ മാറ്റും? ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സാലറി മേടിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരെ നിങ്ങൾ മൊത്തം നശിപ്പിച്ചിട്ട് നിങ്ങൾ മേടിക്കുന്ന പൈസയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് വൃത്തികെട്ട വാർത്തയും വ്യാജ വാർത്തയും എല്ലാം കൊടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുതേ. നിങ്ങൾ ഓരോരുത്തരെയും, ഇൻ കേസ് സിനിമാ ഫീൽഡിലുള്ളവരാകട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലയുള്ളവരാകട്ടെ, എല്ലാവരെയും നിങ്ങൾ ഇട്ട് പീഡിപ്പിക്കുമല്ലേ ഏത് നിമിഷവും. നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാർത്തയുടെ സത്യസന്ധത മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇനിയും വാർത്തകൾ കൊടുക്കുക. ഒരു വ്യക്തിക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും വ്യക്തിഹത്യ ചെയ്യുക അവിടെ ചെയ്യുന്നത്. അല്ലാതെ അവർ വാർത്തയല്ല കൊടുക്കുന്നത്. അവരെല്ലാം പരസ്പരം ഏഷ്യാനെറ്റ് ന്യൂസാന്ന് പറഞ്ഞാലും കൈരളി ന്യൂസാന്ന് പറഞ്ഞാലും റിപ്പോർട്ടർ ചാനലാന്ന് പറഞ്ഞാലും മനോരമ ന്യൂസ്, എല്ലാവരും കൂടെ കൂടി അവിടെ കിടന്ന് പരസ്പരം ഇങ്ങനെ വലിയ കോമ്പറ്റീഷൻ നടത്തുന്നതായിട്ടാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ പണ്ടത്തെ വാർത്ത വായനക്കാരെ ശ്രദ്ധിച്ചേ, അവരെത്ര നല്ല രീതിയിൽ വാർത്തകൾ വായിക്കുന്നു. വാർത്തകൾ അവർ ജനങ്ങളിലേക്ക് എത്തുന്ന രീതി എന്തായിരുന്നു? ഇപ്പം നിങ്ങൾ പറയും ഇപ്പം എല്ലാം മാറി പുതിയ രീതികളാന്ന് പറയും. എന്ത് രീതി വന്നാലും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ ഉണ്ടല്ലോ, വാർത്ത ഇങ്ങനെ കുട്ടിഘോഷിച്ച്, അതായത് ന്യൂസ് ചാനലൊക്കെ കാണാൻ ജനങ്ങൾക്ക് ഇഷ്ടം തോന്നത്തില്ല. അത്രമാത്രം അരോചകമാണ് എല്ലാ ന്യൂസ് ചാനൽസും ഇപ്പോൾ. അതുകൊണ്ട് ചിലപ്പോൾ ഓർക്കും ഇതെല്ലാം പൂട്ടിക്കെട്ടി വെക്കട്ടെ എന്ന് ഓർക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? ഒരു വാർത്ത കിട്ടി, അത് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണെന്ന് വെച്ചോ, അന്നത്തെ ദിവസം ഫുൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. പിന്നെ അവരുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം എടുത്തിട്ട് അങ്ങ് പറച്ചില്ല. അവർ ബാത്റൂമിൽ പോയോ, ടോയ്ലറ്റിൽ പോയോ, ബ്രഷ് ചെയ്തോ, അവരെങ്ങോട്ട് പോയി, അവരമ്മായിയുടെ വീട്ടിൽ പോയോ, അപ്പാപ്പൻ്റെ വീട്ടിൽ പോയോ, അവർ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്നോ, അവർ ഭക്ഷണം കഴിച്ചോ, അവർ മുഖം കഴുകിയോ എന്ന് വേണ്ട ഇങ്ങനത്തെ വാർത്തകളാണ് ഇപ്പം മൊത്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കഷ്ടമാണ് ഈ വാർത്ത ജേർണലിസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇറങ്ങുന്നവരുടെ കാര്യമേ. ശരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ അവഹേളിക്കുകയും നിങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പല ഫേമസ് ആയ ജേർണലിസ്റ്റുകൾ പോലും താഴേക്കിടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അറിയാവോ? നിങ്ങൾ നല്ല രീതിയിൽ വാർത്തകൾ കൊടുക്കുക. സത്യസന്ധമായ വാർത്തകളാണ് ജനങ്ങൾക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ന്യൂസ് ചാനലുകൾ വെറുക്കുന്നത്? അവർ മടുത്തു. ടി വിക്കകത്ത് മിക്ക ചാനൽസും ചിലപ്പോൾ ഓർക്കും കട്ട് ചെയ്തേക്കാം, കേബിൾ വരെ കട്ട് ചെയ്തേക്കാം ചിന്തിക്കുന്ന സമയം എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നേരെ സന്ധ്യ സമയത്തെ അങ്ങോട്ട് ന്യൂസ് അവറില്ല, ന്യൂസ് അവറെ ഡിബേറ്റ്, പ്രൈം ഡിബേറ്റ്, എനിക്കറിയത്തില്ല പിന്നെ ഇതൊക്കെ ഒരുപാട് ഹെഡ്ലൈൻസ് കൊടുത്ത് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ 3 പാർട്ടിക്കാരെ വിളിക്കും, കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റ്, BJP. എന്നിട്ട് ഇവരെല്ലാവരും വന്നിട്ട് എന്താ ചെയ്യുന്നറിയാവോ? ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇട്ട് 3 പാർട്ടിക്കാരിട്ട് ഹരാസ് ചെയ്യുക, പരസ്പരം മല്ലടിക്കുക. അതിനകത്തിട്ട് ഒരു ജേർണലിസ്റ്റ് അവിടെ ഇരിക്കും, ആങ്കറെ. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഓരോ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാർട്ടിക്കാരെ തമ്മിൽ അടുപ്പിക്കുക ചെയ്യുന്നത്. പരസ്പരം ജനങ്ങളിൽ വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെ നിങ്ങളാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. മാധ്യമക്കാർ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. അറിയാവോ? പാർട്ടിക്കാരെ എല്ലാം കൂടെ നിങ്ങളിങ്ങനെ കലഹിക്കാൻ വേണ്ടി തുറന്നു വിട്ടേക്കുക. നിങ്ങൾ പടച്ചു വിടുന്ന വെറും വൃത്തികെട്ട വ്യാജ വാർത്തകൾ കാരണമാണ് ഈ ഇവിടുത്തെ പരസ്പരമുള്ള നല്ല നല്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPക്കാരും ഒക്കെ അടിപിടിക്കേണ്ടി വരും ലാസ്റ്റ്. അറിയാവോ? നിങ്ങൾ സത്യമായിട്ട് വാർത്തകളൊന്നും കൊടുക്കത്തില്ല ഇപ്പം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരെ സന്ധ്യ സമയത്ത് നമ്മൾ പ്രാർത്ഥനയുടെയൊക്കെ സമയമായിരിക്കുമല്ലോ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ന്യൂസ് ഓവറൊക്കെ കാണാൻ ഇന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിക്കും ആൾക്കാരിലേക്ക് ഇവരെന്താ ചെയ്യുന്നറിയാം, ആൾക്കാരിലേക്ക് ആകാംക്ഷ ഉളവാക്കുന്ന രീതിയിൽ ഇവർ വാർത്തകൾ കൊടുക്കും. അതായത് ജനങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം, ജനങ്ങൾക്ക് ഹോപ്പ് വേണം. അടുത്തത് എന്താ പറയാൻ പോകുന്നത്, അടുത്ത ആൾ എന്താണ് പറയാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അങ്ങനെ റേറ്റിംഗ് കിട്ടുക, അങ്ങനെ ഒരു മത്സരമാണ് നടക്കുന്നത്. എന്തോന്നാണ് ഇത് എങ്ങോട്ടാണ് നിങ്ങളുടെയൊക്കെ പോക്കെ? നമ്മൾക്ക് ആകെപ്പാടെ ഒരു ഷോർട്ട് ലൈഫേ ഉള്ളൂ എല്ലാവർക്കും. ആ ഷോർട്ട് ലൈഫിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കാശുണ്ടാക്കുന്നു അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് വ്യാജന്മാരെന്ന് ഞാൻ പറയും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഞാനാണ് ബെസ്റ്റ് ന്യൂസ് റീഡർ എന്ന്, എനിക്ക് അവാർഡ് വേണം, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ എടുത്തിട്ട് മറിച്ച് അത് വലിയ സ്പ്രെഡാക്കി വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും ഒന്നുമില്ല. അന്നേരം അവർക്ക് മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല, അവരെവിടെ ഒളിച്ചോടിപ്പോ. ആ സമയത്തെ ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കും ഇല്ലേ കുടുംബവും, അമ്മയും പെങ്ങന്മാരും സഹോദരങ്ങളും ഒക്കെ ഇല്ലേ? നിങ്ങൾക്കൊരു വേദന വരുമ്പോഴേ അതിൻ്റെ വിഷമം എന്താ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവർ എന്ത് ചെയ്യും, അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അറിയാവോ, ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് കേരള ജനതയ്ക്ക് വിഷമമുണ്ട്. നിങ്ങളൊക്കെ വാർത്തയിട്ട് ആഘോഷിക്കുക, നിങ്ങൾക്ക് സെലിബ്രേഷൻ ആയിരിക്കാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് അതല്ല. അവർ ഈ വാർത്തേനെയൊക്കെ അവരുടെ ഉള്ളിലേക്ക് എടുത്തിട്ടിട്ട് അവർക്ക് പലവിധ വികാരങ്ങൾ ഉയരും. ദേഷ്യം വരും, സങ്കടം വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും, പക വരും. മനസ്സിലായോ? നിങ്ങൾ ഈ നമ്മുടെ ഈ മൊത്തം ആക്രമണം മൊത്തം അഴിച്ചുവിടുന്നത് ഈ മാധ്യമക്കാരാന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ വാർത്ത വായിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മത്സരബുദ്ധി ജനങ്ങളിലേക്ക് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. എന്താവശ്യം? നിങ്ങൾക്കൊക്കെ റേറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ കിടന്ന് എന്ത് കോപ്രായവും കാണിക്കുന്നു അല്ലേ? മെയിൻ സ്ട്രീംസ് മാധ്യമം എന്നും പറഞ്ഞ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇന്ന് തലകുത്തി അവർക്ക് അവരുടെ ഒന്നും ചാനൽ കാണാനുള്ള യാതൊരുവിധ ഇൻട്രസ്റ്റ് ഞങ്ങൾക്കില്ല. അറിയാവോ, ദൃശ്യമാധ്യമമാണ് നിങ്ങൾ എന്ന് ചിന്തിക്കുക. കൊച്ചു കുട്ടികൾ മുതൽ ഈ വാർത്തകൾ കാണുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വ്യക്തിക്കും അവൻ്റെ ശരീരവും മനസ്സും വേദനിപ്പിച്ചിട്ട് എന്തിന് ഞങ്ങൾ ഇങ്ങനെ പൈസ മേടിച്ച് ജീവിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ പൈസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായി വളരെ കറക്റ്റായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ അത് സത്യസന്ധമാണെന്ന് കരുതി മാത്രം കൊടുക്കുക. കേൾക്കുന്ന വാർത്തകളൊന്നും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. എവിടെയെങ്കിലും ഒരു വാർത്ത കേട്ടു ഉടനെ അത് കൊടുക്കരുത്. അത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അറിയാവോ, ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഏത് കാര്യം സത്യസന്ധമായിട്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഒന്നിനും വിശ്വസിക്കാൻ പറ്റുന്ന കാലമില്ല. പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, മാധ്യമപ്രവർത്തകരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒരു പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആരെ വിശ്വസിച്ച് ജീവിക്കുന്നു? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് എല്ലാവരും ഓടിപ്പോകുന്നത്. +2 കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വെളിയിൽ പോകുന്നു? അവിടെ നല്ല നിയമമുണ്ട്, നല്ല റോഡ് സംവിധാനമുണ്ട്, അവിടെ സ്ട്രിക്റ്റായ റൂൾ ഫോളോ ചെയ്യുന്നു, സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് മിക്കവർക്കും. ഒരു ജോലി എങ്ങനെയും ചെയ്താൽ ജീവിക്കാം. ഇവിടെ അതല്ല. ഇവിടെ അടിപിടി, ബഹളം, അക്രമമാണ്. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ.